Today we are going to start module 2, and the first thing that we have to study in module 2 is stereotypes and fairy tales. Okay, so what are the stereotypes? Stereotypes are stock characters found in these stories and are still maintained in almost all new forms of storytellings or narratives. Okay, for example, you would know the stereotype of hero. Okay, in real life there are no heroes basically. Okay, there could be heroes in certain situations, but nobody goes through a certain journey, or of course everybody is a hero in every other's സ്റ്റോറി. ഇപ്പോൾ എൻ്റെ കഥ എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ കഥയിലെ ഹീറോ. ഓക്കെ, ഈ രീതിക്കല്ല പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദർ ആർ നോ ഹീറോസ് ബേസിക്കലി. ഓക്കെ, ബിക്കോസ് വി ഹാവ് എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ദാറ്റ് nobody is a nobody is purely evil or nobody is purely good. Okay, so in that case, see, hero is a stereotype established to, of course, reinforce certain social ഐഡിയോളജീസ്. ഓക്കെ, അതായത് ഒരു ഹീറോ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഹീ ഷുഡ് റെപ്രസെൻറ്റ് ദ കമ്മ്യൂണിറ്റി, ഹീ ഷുഡ് വർക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി, ഹീ ഷുഡ് ഗോ ത്രൂ എ ജേർണി ആൻഡ് ഹാർഡ്ഷിപ്സ് to help the community, no matter how difficult or dumb a community can be. ഓക്കെ, അതായത് കമ്മ്യൂണിറ്റി എത്ര വൃത്തിയായിട്ടാണെങ്കിലും എത്ര ഡമ്പാണെങ്കിലും എന്താണ്, ഹീറോ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടൻ ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റീരിയോടൈപ്സും മോൾഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫെയറി ടെയിൽസ്, ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ഇറ്റ്സ് സീമിംഗ്ലി ഇന്നസെൻറ്റ്, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. സോ സീമിംഗ്ലി ഇന്നസെൻറ്റ്, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. സീമിംഗ്ലി ഇറ്റ്സ് ഇന്നസെൻറ്റ്, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എംബഡഡ് വിത്ത് ഡീപ് റൂട്ടഡ് സ്റ്റീരിയോടൈപ്സ് ദാറ്റ് മിറർ ആൻഡ് റീഇൻഫോഴ്സ് സൊസൈറ്റൽ ഐഡിയോളജീസ് സച്ച് ആസ് ജെൻഡർ, ക്ലാസ്, റേസ് ആൻഡ് ബ്യൂട്ടി. ഓക്കെ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെൻഡർ, ക്ലാസ്, റേസ്, ബ്യൂട്ടി, ഇങ്ങനത്തെ ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഏതിലൂടെ കൊണ്ടുവരും? ഈ പറഞ്ഞ ഫെയറി ടെയിൽസിലൂടെ കൊണ്ടുവരും. ഇത് വായിക്കുന്നതാണെങ്കിലോ യങ് മൈൻഡ്സാണ് വായിക്കുന്നത്, ആൻഡ് ഇറ്റ് വിൽ ഷേപ്പ് ദെയർ മൈൻഡ്സ് അക്കോർഡിംഗ് ടു ദാറ്റ്. ഓക്കെ, അവരുടെ മൈൻഡ് അതിൽ നിന്ന് അങ്ങനെ മോൾഡ് ചെയ്ത് സൊസൈറ്റി കൊണ്ടുവരും. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ ഫെയറി ടെയിൽസിൽ സ്റ്റീരിയോടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, well, the first stereotype that we have to study is one, of course, gender stereotypes. Usually in fairy tales, women are portrayed as passive, beautiful and dependent. Example, Cinderella. See, Cinderella acts actually, she lives as a servant in her own house. അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ഇപ്പോൾ സ്റ്റെപ്പ് മദറാണ് ഇപ്പോൾ ആ ഹൗസ് നോക്കുന്നത്, ആൻഡ് ദർ ആർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ആൻഡ് ബട്ട് ഷീ ഹാസ് ബെറ്റർ ക്ലെയിം ടു ദ ഹോൾ വെൽത്ത് of her father than the stepsisters, but still she obeys her stepmother, she obeys her stepsisters and live as a servant. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ നോക്കുക, സിൻഡ്രല്ല വളരെ പാസീവാണ്, കൈൻഡാണ്, ആൻഡ് ഓഫ് കോഴ്സ് ഷീ നെവർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹർ സ്റ്റെപ്മദർ. Okay, even in the most difficult situation, she never protests. And of course, her beauty and obedience is are rewarded with a prince in the end. അവളുടെ ആ ബ്യൂട്ടി അല്ലെങ്കിൽ ആ പേഷ്യൻസ് അതെല്ലാം തന്നെ ഫൈനലി ഒരു പ്രിൻസിനെ കിട്ടുമ്പോൾ അത് റിവാർഡ് ചെയ്യപ്പെടുന്നു എന്നാണ്. ഓക്കെ, അവിടെ ഷീ കുഡ് ഹാവ് പ്രൊട്ടസ്റ്റഡ് അറ്റ് എനി പോയിൻറ്റ്, ബട്ട് ഷീ നെവർ ഡസ് ഇറ്റ്. കാരണം എന്താ, സ്റ്റെപ്പ് മദർ ആണെങ്കിലും യു ഷുഡ് ബി പേഷ്യൻറ്റ്, യു ഷുഡ് ഒബേ ഹർ എന്ന് പറയുന്നതാണ് അവിടെ ആ ഒരു ഐഡിയൽ. ഓക്കെ, അതിപ്പോൾ സ്വന്തം അമ്മ എന്തായാലും പിന്നെ സ്റ്റെപ്പ് മദർ ആണെങ്കിലും അത് തന്നെയാണ്. അവരെത്രത്തോളം ബ്രൂട്ടലാണോ ക്രൂവലാണോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, യു ഹാവ് ടു ഒബേ. ഓക്കെ, നൗ സെക്കൻഡ് വൺ, സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇൻ സ്ലീപ്പിംഗ് ബ്യൂട്ടി അരോറ ഈസ് അസ്ലീപ് ഫോർ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഞാൻ കഥ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അവൾ ആ ഉറക്കത്തിൽ കിടക്കുമ്പോഴത്തേക്കും തന്നെ ഷീസ് ബേസിക്കലി വെയിറ്റിംഗ് for the true love's kiss. Okay, and she is awakened by a prince's kiss, of course portraying her as entirely passive. She is just we cannot though she is the hero, Sleeping Beauty, of course the eponymous heroine of the story, she doesn't act on anything, right? Like she's just waiting. So that's one
that's stereotype, persevering through fairy tales. Like women should be just beautiful, just stay there as beautiful. ഓക്കെ, അതായത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഗുഡ് ഹസ്ബൻഡ് എന്ന് പറയുന്ന രീതിക്കാണ് അവിടെ പറയുന്നത്. ഓക്കെ, നൗ ദ തേർഡ് വൺ, സ്നോ വൈറ്റ്. Now Snow White's innocence and beauty are the same with Cinderella as well. Even though her stepmother is also cruel, she never acts upon it. Okay, she never protests. And very pure and innocent. വളരെ പ്യുവർ ആൻഡ് ഇന്നസെൻ്റ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓഫ് കോഴ്സ് അതാണല്ലോ ദ മീൻസ് ഫെയറസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ബ്യൂട്ടിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷീ റിമെയിൻസ് അൺഅവെയർ ഓഫ് ദ ഡേഞ്ചർ അറ്റ് ദ സെയിം ടൈം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ, ഷീ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഡ്വാർഫ്സ് ആൻഡ് ഓഫ് കോഴ്സ് ലേറ്റർ ബൈ ദ പ്രിൻസ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താ, അവളെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള, അവൾ സ്വന്തമായിട്ട് അവൾക്ക് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, and another gender stereotype, women remain in the kitchen, women have to clean. Okay, no matter what the class is, like renduperum princess aanu, okay, and yet both have to clean and cook and all. Okay, അപ്പോൾ അവിടെ തന്നെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ ഇസ് വിക്കഡ് ഓർ ജലസ് ഓൾഡർ വിമൻ. ഇനി ചില പൊട്രയൽസിൽ വിമനെ കാണിക്കുമ്പോൾ മിക്കവാറും ഓൾഡർ വിമൻ എല്ലാവരും വളരെ ജലസ് ആൻഡ് ഡേഞ്ചറസ് വിമനായിട്ടാണ് കാണിക്കുന്നത്. പണ്ടത്തെ തന്നെ ഉള്ളൊരു ഓൾഡ് ഹാഗ്. ആക്ച്വലി ഈ ഒരു പറഞ്ഞ മറ്റത്, ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ ദറ്റ് ഈസ് വിമൻ ആസ് പാസീവ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പിൻ്റെ പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഡാംസൽ ഇൻ ഡിസ്ട്രസ്. Damsels in distress always waits in a tower or a dungeon to be rescued by the Prince Charming. ഓക്കെ, അപ്പം അതേപോലെ ആണ് ഈ രണ്ടാമത്തെ ഇത്. ഇറ്റ് ഈസ് ഓൾഡ് ഹാഗ്. അതിൻ്റെ പേര് പൊതുവെ ആ സ്റ്റീരിയോ ടൈപ്പിൽ നമ്മൾ പറയാറുള്ള ഓൾഡ് ഹാഗ്, HAG. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സ്നോ വൈറ്റിൻ്റെ സ്റ്റെപ്പ് മെത്തഡ് എടുക്കുക. ഷീ ഈസ് എ ഈവൽ ക്വീൻ, ഷീ ഈസ് എ ക്വീൻ, ഷീ ഈസ് എ ഈവൽ ക്വീൻ ആൻഡ് ഷീ എൻവീസ് സ്നോ വൈറ്റ്സ് ബ്യൂട്ടി ആൻഡ് ട്രൈസ് ടു ഡിസ്ട്രോയ് ഹർ. അപ്പോൾ ഇതിൽ പൊതുവെ സ്ത്രീകളെ പിറ്റ് ചെയ്യുന്ന രീതിക്കാണ്, പരസ്പരം പിറ്റ് ചെയ്യുന്ന രീതിക്കാണ് എപ്പോഴും സ്റ്റോറീസ് നറേറ്റ് ചെയ്യാം. ഓക്കെ, സി ദ ഹോൾ വേൾഡ് ഇസ് ഈ ഹോൾ വേൾഡും ഇപ്പോൾ വാറെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും വാറാണ്. കാലകാലങ്ങളായിട്ട് ഇപ്പം 20th century സ്റ്റാർട്ട് മുതലല്ല പോട്ടെ, മനുഷ്യൻ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത കാലഘട്ടം മുതൽ ഇവിടെ വാറുണ്ട്. ഇതിൽ പോസിബിളി ഒരു ശതമാനമായിരിക്കാം സ്ത്രീകളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത വാർ. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ആരാണ്, പുരുഷന്മാരാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് യെറ്റ് ഓൾമോസ്റ്റ് ഓൾ സ്റ്റോറീസിലും ആരാണ്, ഈ ഫെയറി ടെയിൽ സ്റ്റോറീസിലും ആരാണ് ഇതിൻ്റെ അകത്ത് എന്താ വില്ലനായിട്ട് വരുന്നത്? എൻവിയസ് ആൻഡ് വൺ ഹൂ സീക്സ് വെൽത്ത് ഓർ പ്രോപ്പർട്ടീസ് ഓർ കിങ്ഡംസ്, ഇങ്ങനെയൊക്കെ വരുന്നതിൽ ഒരു വലിയ ഭാഗവും കാണിച്ചിരിക്കുന്ന ആരെയാണ്? സ്ത്രീകളെയാണ്. ഓക്കെ, സോ ഹൗ മിസ്റെപ്രസെൻറ്റഡ് ദേ ആർ എന്ന് പറയുന്നത് നമുക്കിതിന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് സെക്കൻഡ് വൺ ഇസ് ഹാൻസൽ ആൻഡ് ഗ്രേച്ചൽ. നമ്മൾ മറ്റേ രണ്ട് കുട്ടികൾ അവരെ കാടിനകത്ത് പെടും. അപ്പോഴത്തേക്കും അവരെ അവരൊരു വിച്ചിൻ്റെ വീട്ടിലേക്ക്, അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്ന മറ്റേ കുക്കീസോ ക്യാൻഡീസോ എങ്ങാണ്ടോ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് അത് പൊട്ടിച്ച് കഴിക്കുമ്പോഴത്തേക്കും വിച്ച് വരുന്നു, ഈ കുട്ടികളെ ഇംപ്രസൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഷീ ഈസ് എബൌട്ട് ടു കുക്ക് ആൻഡ് ഈറ്റ് ദെം ഓർ സംതിങ്. ബട്ട് അവർ ബ്രില്യൻസ് യൂസ് ചെയ്തിട്ട് അവർ രക്ഷപ്പെടുന്നു. അതാണ് ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഇൻ ലേറ്റർ ചാപ്റ്റേഴ്സ്. ഓക്കെ, നൗ ഇതിനുള്ളിൽ വിച്ച് എന്താ ചെയ്യുന്നത്, അവർ കുട്ടികളെ ലിയോ ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഈറ്റ് ദെം. ഓക്കെ, പോർട്രേയിങ് ഓൾഡർ വിമൻ ആസ് ഈവിൽ ആൻഡ് ഡേഞ്ചറസ് അഗൈൻ. ഓക്കെ, ഓൾഡർ വിമൻ ആണെന്നുണ്ടെങ്കിൽ അവർ കൊള്ളത്തില്ല എന്നുള്ള രീതിക്കുള്ള പൊട്രയിലാണ് അവിടെ കാണിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, മെൻ ആസ് ബ്രേവ് സേവിയേഴ്സ് ഓർ അഗ്രസീവ് ഹീറോസ്. ഓക്കെ, ജാക്ക്, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ ഈ ജാക്ക് ദ ബീൻ സ്റ്റോക്ക്, ഞാൻ അഗൈൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ജാക്ക് സോസ് certain bean seeds and it grows up to be huge. ഓക്കെ, അപ്പോൾ ജാക്ക് എന്ത് ചെയ്യും, അത് ക്ലൈംബ് ചെയ്ത് അങ്ങ് എത്തുമ്പോഴത്തേക്ക് അത് വേറൊരു വേൾഡാണ്, ജയൻസിൻ്റെ വേൾഡാണ്. ആൻഡ് പുള്ളിയെ ജയൻസ് ഓടിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഓക്കെ, ആൻഡ് ഹി കട്ട്സ് ഡൗൺ ദ ബീൻ സ്റ്റോക്ക്. ഇതാണ് സ്റ്റോറി. അവിടെ ജാക്ക് ആ ഒരു ജേർണി പോവാണ്. ദർ ഇസ് നോ നീഡ് ആക്ച്വലി, ബട്ട് സ്റ്റിൽ
he climbs a beanstalk, giant defeat ചെയ്യുന്നു, steals his treasure. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഹീ ഈസ് അഡ്വഞ്ചറസ് ആൻഡ് ഫിയർലെസ്. നിങ്ങൾ ഇതിൻ്റെ അതർ സൈഡ് നിങ്ങൾ നോക്കി നോക്കുക. ബട്ട് സി ദർ ഇസ് ദിസ് വേൾഡ്, ഓക്കെ, വേറൊരു ടെറിട്ടറി ആണെന്ന് വിചാരിക്കാം. ജയൻസിൻ്റെ വേൾഡ് ഇറ്റ്സ് അനദർ ടെറിട്ടറി. ഓക്കെ, അവരവിടെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി അവർ വാട്ട് എവർ ദേ ആർ ഡൂയിങ് അത് അവരവിടെ ചെയ്യുവാണ്. ആൻഡ് ജാക്ക് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഒരു ലാഡർ വെച്ച് കയറുന്നത് പോലെ ബീൻ സ്റ്റോക്കിലൂടെ കയറി വേറൊരു ലോകത്തെത്തിയിട്ട് അവിടുത്തെ ട്രഷർ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. തിങ്ക് അബൌട്ട് ദിസ്. വി ഹാവ് എ ഹൗസ്. ഓക്കെ, എൻ്റെ ഹൗസ് ഇവിടെയുണ്ട്, ഇപ്പുറത്ത് വേറൊരാളുടെ ഹൗസാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ആരെയും ശല്യപ്പെടുത്താതെ ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബട്ട് ഇവിടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ ഒരു ഏണി വെച്ച് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ എന്താ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാശും പണവും ഒക്കെ എടുത്ത് മോഷ്ടിച്ച് പോവാം. വാട്ട് വി കോൾ ദം? ഓഫ് കോഴ്സ് തീവ്സ്, റോബേഴ്സ് അല്ലേ? പക്ഷേ ഇതിൽ സെയിം ആക്ടിവിറ്റിയെ നമ്മൾ എന്തായിട്ടാണ് ഹീറോയിക് അഡ്വെഞ്ചർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെയിം ആക്ടിവിറ്റി. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ മീശ മാധവൻ പോലുള്ള സിനിമ എടുക്കുക. ഓക്കെ, ഇസൻ ദിസ് ദ ടോൺ ഇൻ ദ ആസ് വെൽ? ലൈക്ക് കളറാണ്. വീട്ടിലോ അല്ലെങ്കിൽ എവിടെ പോയാലും എന്തും അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന രീതിക്കുള്ള കളറാണ്. ഈ പറയുന്ന പോലെ പാവങ്ങൾക്ക് പിന്നെ റോബിൻ ഹുഡിൻ്റെ ചരിത്രം പോലെ അല്ലെങ്കിൽ പണ്ടത്തെ കായംകുളം കൊച്ചിനിയുടെ പോലെ മോഷ്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്നതുപോലും അല്ല അവിടെ പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ജസ്റ്റ് റാൻഡംലി thieves everyone. ഓക്കെ, ഈ രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ വിത്ത് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് അൺടിൽ ഇറ്റ് ഹാപ്പൻസ് ടു അസ്. ഓക്കെ, അപ്പോൾ അവിടെ ഹീറോസിൽ ഇങ്ങനത്തെ ഒരു തീഫിൻ്റെ സ്റ്റോറി ആയിട്ട് പോലും ഇറ്റ് ഈസ് ഡോട്ടഡ് ആസ് വാട്ട് എ ഹീറോയിക് അഡ്വെഞ്ചർ. അപ്പോൾ അതാണ് men is always whatever they do they are always brave saviors or aggressive heroes. Okay, second one is Sleeping Beauty. You know this Prince Philip, he fights dragon, which is of course Maleficent, and saves Aurora with a kiss, highlighting of course male heroism. Now next one. Now class stereotypes are there. Now there are two types, of course, the poor as humble and the rich as powerful. Okay, in Cinderella is not exactly poor. She is of course a rich, but she has to live as a poor humble girl, and her kindness is of course rewarded when she marries into royalty. And in the Beauty and the Beast, Belle, who's a Beauty and the Beast അറിയായിരിക്കും, ബെൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവളുടെ അച്ഛനെ അന്വേഷിച്ച് പോകുന്നതാണ്. ഹീസ് എ മെർച്ചൻ്റ് ഓർ സംതിങ്. അപ്പോൾ വെൻ ഹി ട്രാവൽസ് വിത്ത് ദ ഫോറസ്റ്റ്, he goes into a castle in the midst of a forest, and he is imprisoned there by a beast, okay, who is of course the owner of the castle. Again territorial ആണെന്ന് ആലോചിക്കുക. ടെറിട്ടറി ഭേദിച്ചുകൊണ്ട് പുള്ളി അയാളെ പിടിച്ച് ജയിലിലിടും. ഓക്കെ, ആൻഡ് ബെൽ goes there and she says that please leave my father and I will be a prisoner എന്ന് അവൾ പറയുന്നു. അങ്ങനെ ഈ ബീസ്റ്റ് അവളെ പ്രിസണറാക്കുന്നു. പക്ഷെ അവളെ ജയിലൊന്നും പിടിച്ചിടുന്നില്ല. മീൻസ് ഷീ ഈസ് സോർട്ട് ഓഫ് ലൈക്ക് എ കെയർ ടേക്കർ ടു ദ ഹോൾ ഹൗസ് ഹോൾഡ്. ഈ രീതിക്ക് അവൾ ജീവിക്കുന്നത്. ആൻഡ് ഫൈനലി ദേ fall in love. Okay, finally they fall in love, but then she has to go back to her house because her father is ill. അച്ഛന് വയ്യാത്ത കാരണം അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ആൻഡ് ദ ബീസ്റ്റ് ഇസ് ഇൽ ബിക്കോസ് ഹീ ഈസ് ഡിപ്രസ്ഡ്. കാരണം അവൾ തിരിച്ച് വന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമായിട്ട് ബീസ്റ്റ് ഇസ് ഡൈ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരയിലൊരു മിററുണ്ട്, ഒരു മാജിക് മിററുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവൾ ബീസ്റ്റിനെ നോക്കുമ്പോഴത്തേക്കും അവൾ കാണും ദറ്റ് ഹീസ് ഡൈയിങ്. സോ ഷീ കംസ് ബാക്ക് ആൻഡ് ആ ലാസ്റ്റ് പുള്ളി മരിക്കാറാവുന്ന സമയത്താണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഹർ ടീയേഴ്സ് സേവ് ഹിം. ഓക്കെ, ആൻഡ് ഹീ ഈസ് ട്രാൻസ്ഫോം ബാക്ക് ഇൻ ടു എ ഹാൻസം പ്രിൻസ്. പണ്ടൊരു ശാപം കിട്ടിയിട്ടാണ് പുള്ളി ബീസ്റ്റായി മാറുന്നത്. അപ്പോൾ ഇവളുടെ ടീയേഴ്സ് അതെന്തായി മാറ്റുന്നു, അത് തിരിച്ചയാളെ ഒരു പ്രിൻസ് ചാമിങ് ആയിട്ട് മാറ്റുന്നു. സോ ഇൻ ദിസ് ടെയിൽ ബെല്ലിന് ഈ പറഞ്ഞ ഷീ ഈസ് ടേക്കൺ ഇൻ ടു എ മാജിക് കാസിൽ ആൻഡ് ബിക്കംസ് എ പ്രിൻസസ്, ഇംപ്ലൈങ് ദാറ്റ് ക്ലാസ് മൊബിലിറ്റി. അതായത് ഒരു പുവർ ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിന് അപ്വാർഡ് ക്ലാസ്സിലേക്ക് കയറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കല്യാണം എന്ന് പറയുന്നില്ല, മാരേജ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് വേറൊരു ഇതിൻ്റെ ഉള്ളിൽ ബെല്ലെന്ന് പറയുന്ന ബുക്കൊക്കെ വായിക്കുന്നൊരു കുട്ടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഇസ് ലിമിറ്റഡ്. ഷീ കനോട്ട് ഡു വാട്ട് ദ അതേഴ്സ് ഡു ഇൻ ഹർ കമ്മ്യൂണിറ്റി.
ഷീ ഹാസ് ടു വെയിറ്റ് ഫോർ എ ബെറ്റർ പ്രോസ്പെക്റ്റ് ത്രൂ എ ഹസ്ബൻഡ് ഓൺലി. ഒരു ഹസ്ബൻഡ് വന്ന് അവളെ കല്യാണം കഴിച്ച് മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം. ഓക്കെ, സോ അഗെയിൻ ആ വെയിറ്റിംഗ് ഇവിടെയും വരുന്നുണ്ട്, പാസീവ്നെസ് ഇവിടെയും വരുന്നുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് സ്നോ വൈറ്റിനെ പോലെ അത്രയും പാസീവ് അല്ല ബെൽ എന്ന് പറയുന്നതാണ്, കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഓക്കെ, ബിക്കോസ് ഷീ goes there and says that okay, I could be your impressor. She goes അവൾ എന്താ ബീസിനോട് പറയുന്നത് എനിക്ക് അച്ഛനെ കാണാൻ പോകണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവൾ കുറച്ചുകൂടെ ആക്റ്റീവാണ്, ബട്ട് നോട്ട് ആസ് പാസീവ് ആസ് സ്നോ വൈറ്റ്. ഓക്കെ, ഓർ ഈവൻ പോസിബിളി സിൻഡ്രല്ല. എനിവേ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക്, പക്ഷെ നേരത്തെ നിങ്ങൾ ജാക്കിൻ്റെ കാര്യം നോക്കുക. ജാക്ക് ഈസ് വെരി ആക്റ്റീവ് ആൻഡ് പുള്ളി എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ബീൻ സ്റ്റോക്ക് നടുന്നു, വെരി ആക്റ്റീവ്. ആൻഡ് പോയിട്ട് ഐ മീൻ റോബ് ചെയ്തിട്ട് വരിക. ഓക്കെ, മോഷ്ടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് അവൻ ആ ക്ലാസ് മൊബിലിറ്റി അപ്പോൾ അവിടെ കിട്ടി. അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന സാധനം വെച്ചിട്ട് ഡെഫിനറ്റ്ലി അയാൾക്ക് ക്ലാസ് മൊബിലിറ്റി കിട്ടിയില്ലേ. അപ്പോൾ എന്താ, അയാൾക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഹി ജസ്റ്റ് ഹാവ് ടു ഡു ദിസ്. ഓക്കെ, നൗ അതുപോലെ വില്ലൻസ് ഫ്രം ദ അപ്പർ ക്ലാസ്. ഫോർ എക്സാമ്പിൾ 12 ഡാൻസിങ് പ്രിൻസസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അല്ലെങ്കിൽ 12 ഡാൻസിങ് പ്രിൻസസിന് മിസ്സിങ് ആയിട്ട് എന്നും രാത്രിയും ഇവരെ കാണുന്നില്ല എന്നുള്ളൊരു ഇത് കേൾക്കും. അപ്പോൾ അതിനായിട്ട് ഒരാളെ നിയമിക്കും. അങ്ങനെ എന്താ ഒരു പുവർ സോൾജിയർ ഫൈനലി കണ്ടുപിടിക്കും, ഈ ട്രൂത്ത് കണ്ടുപിടിക്കും. അപ്പോൾ അതിൽ ഈ ഡാൻസിങ് പ്രിൻസസ് അവർ എന്താ സോർട്ട് ഓഫ് മാജിക്കലാണ്. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവർ ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സ്റ്റോറി. ഓക്കെ, ബട്ട് ദേ ആർ പണിഷ്ഡ് ഫോർ ഡൂയിങ് ദാറ്റ്. And of course the soldier who finds them are rewarded. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടില്ലേ വില്ലൻസ് എന്ന് പറയുന്നത് ഒരു വില്ലൻസ് ആർ ഫ്രം ദ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന രീതിക്ക്. അതും എങ്ങനെയാണ് സെർട്ടൻ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവിടെ സെർട്ടൻ ഇത് ഫോളോ ചെയ്യാത്തവർ എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റേഷ്യൽ ആൻഡ് എത്നിക് സ്റ്റീരിയോടൈപ്സ്. ഫോർ എക്സാമ്പിൾ യൂഷ്വലി നമ്മുടെ ഓറിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് സൈഡിലുള്ളവരെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഉള്ളവരെ പറയുന്നതാണ് ഓറിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടേം ദാറ്റ് യു ഹാവ് റിമെമ്പർ, ORIENT, ഓറിയൻ്റ്. ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിഡൻ്റ് ആണ്, OCCIDENT, ഓക്സിഡൻ്റ്. ഓക്കെ, സി വെൻ നാരേറ്റീവ്സിലൂടെ വരുമ്പോൾ മിക്കവാറും ഓറിയൻറ്റിനെ വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടൊക്കെയാണ് പൊതുവെ പോർട്രേ ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജംഗിൾ ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ യു കുഡ് സീ ദാറ്റ്. ഓക്കെ, നൗ എനിവേ നമ്മുടെ പല ഫെയറി ടെയിൽസിലും വെൻ ഓറിയൻ്റ് ഈസ് റെഫേർഡ്, the villainous people are rather given deeper term than the other ones. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അലാഡിൻ ആണ്. അലാഡിൻ്റെ ഡിസ്നി ഇതെടുത്താൽ മതി. നിങ്ങൾ സ്റ്റോറി സെറ്റിന് ഫിക്ഷൻ മിഡിൽ ഈസ്റ്റേൺ വേൾഡ്. ഓക്കെ, ഓഫ് കോഴ്സ് അലാഡിൻ പേരൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, മിഡിൽ ഈസ്റ്റേൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനുള്ളിൽ മിക്സസ് വേരിയസ് നോൺ വെസ്റ്റേൺ കൾച്ചേഴ്സ് ഇൻ ടു സ്റ്റീരിയോടിപ്പിക്കൽ ഓറിയൻ്റൽ ഫാൻറ്റസി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആനയൊക്കെ കാണിക്കുന്നുണ്ട് എവിടെ, മിഡ് ഈസ്റ്റിൽ അന്നത്തെ കാലത്ത് ആന. ഓക്കെ, ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ, അതായത് എല്ലാ ഇന്ത്യൻ കൾച്ചർ കുറേ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പലതും മിക്സ് ചെയ്തിട്ടാണ് ബേസിക്കലി ഡിസ്നി ആ ഒരു ഇതാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുൽത്താൻസും തീവ്സും മാജിക് കാർപ്പറ്റ്സും വാട്ട് എവർ ദ വെസ്റ്റേൺ പീപ്പിൾസ് ഐഡിയ ഈസ് അബൌട്ട് ദ ഓറിയൻറ്റ്, അതാണ് നമ്മൾ ബേസിക്കലി അലാഡിൻ പോലുള്ള സീരീസിൽ കാണുന്നത്. ഓക്കെ, ഏത് സീരീസിലാണ് നമ്മുടെ ഈ ഡിസ്നിയുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല കാണുന്നത്, നോട്ട് ദ ഒറിജിനൽ വൺ കേട്ടോ. ശരിക്കുള്ള അലാഡിൻ എന്ന് പറയുന്നത് നമ്മുടെ അറേബ്യൻ നൈറ്റ്സിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിനുള്ളിൽ അങ്ങനെയല്ല കാണിക്കുന്നത്. അലാഡിൻ എക്സാക്ട്ലി ആ സ്റ്റോറിയല്ല, ഡിഫറെൻ്റ് ആണ്. പലതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഡിസ്നി അതിനെ എടുത്തിരിക്കുന്നത്. ബട്ട് എനിവേ ഇന്ന് നമ്മൾ അതിനൊരു ഫെയറി ടെയിലായിട്ട് നമ്മൾ കാണുമ്പോൾ അതിന് ഈ പറയുന്നത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ റേഷ്യൽ ഒരു എന്താ ആ ഒരു സ്റ്റീരിയോടൈപ്പ് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. ഫോർ എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ വില്ലൻ ജാഫർ, ഓക്കെ, ഇസ് ഡാർക്ക് സ്കിൻഡ് ആൻഡ് സിനിസ്റ്റർ, വൈൽ അലാഡിൻ ഇസ് ലൈറ്റർ ആൻഡ് മോർ വെസ്റ്റേൺ ഇൻ ഫീച്ചേഴ്സ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൽ തന്നെ നോക്കിയാൽ മതി. അവരും നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന 3 പേരും വേറെ ജാഫറും തമ്മിലുള്ള ഈവൻ ഫേഷ്യൽ ഫീച്ചേഴ്സ്, കളറ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ് സോർട്ട് ഓഫ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്?
ഓഫ് കോഴ്സ് വില്ലൻസ് ആർ എക്സാക്ട്ലി മിഡിൽ ഈസ്റ്റേൺ എന്ന് പറയുന്ന ആ ഒരു ഇത് കൊണ്ടുവരുന്നതാണ്. വേറെ ഇങ്ങനെ വെസ്റ്റേൺ ഫീച്ചേഴ്സ് ഉള്ളവരൊന്നും തന്നെ അത്ര വില്ലൻസ് അല്ല എന്ന് പറയുന്നത് കാണിക്കണം. ദെൻ കൊളോണിയൽ ഓവർടോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ദർ ഇസ് one work called Little Black Sambo by Helen Bannerman. ഇത് സൗത്ത് ഇന്ത്യൻസിനെ സ്പെസിഫിക്കലി കാണിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് അതിൽ കാണിച്ചിരിക്കുന്ന റേഷ്യൽ കാരിക്കേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കൊളോണിയൽ ഐഡിയോളജി വച്ച് പുലർത്തുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അല്ലെങ്കിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളല്ലെങ്കിൽ ഗൂഗിളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി ലിറ്റിൽ ബ്ലാക്ക് സാംബോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് stereotype is beauty and morality stereotypes. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ്. ബെല ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ് ആൻഡ് ദ ബീസ്റ്റ് ഈസ് ഫ്രൈറ്റനിങ് ആൻഡ് ജഡ്ജ്ഡ് ബൈ ഹിസ് അപ്പിയറൻസ് ദോ ഹീ ഈസ് ഗുഡ് ഹാർട്ടഡ്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീപ്പിൾ ദേ ആർ ഓൾവേസ് good. Okay, and transformation to beastly qualities or beastly facial features or beastly appearance, that means he has become evil. Or see, അതിനകത്ത് ബീസ്റ്റ് കുഞ്ഞിലെ അല്ലെങ്കിൽ അയാൾ അഹങ്കാരം കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അയാളെ വേറെ നമ്മുടെ ബീസ്റ്റ് ആയിട്ട് അയാൾ ട്രാൻസ്ഫോംഡ് ആവുന്നത്. സി, അപ്പോൾ അവിടെ തന്നെ നോക്കുക, അതായത് ബാഡ് പേഴ്സൺ ആണെങ്കിൽ ബീസ്റ്റ് ആവും. ഓക്കെ, ഈ രീതിക്കാണ് അതിനകത്തിൽ പറയുന്നത്. ഓക്കെ, ഫെയറി ടെയിൽ അതുപോലെ തന്നെ അഗ്ലി ഡക്ലിംഗ്, നിങ്ങൾ ആ ഒരു സ്റ്റോറി കുഞ്ഞിലേക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ദർ ഇസ് ഒരു മുട്ട വിരിയുമ്പോഴത്തേക്കും അത് ഒറ്റയ്ക്കായിപ്പോവും, അത് വിരിയത്തില്ല. സി, ഈ റണ്ട് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ചില മുട്ടകൾ ചിലപ്പോൾ കുറേ കാലം എടുക്കും വീഴും. അത് വിരിഞ്ഞ് വരുന്നതിന് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അമ്മമാർ അതിനെ വിട്ടിട്ടങ്ങ് പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡക്ലിംഗ് അല്ലെങ്കിൽ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ബേർഡ് അത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അതെന്താ ചെയ്യുക? അത് ഓരോരുത്തടുത്ത് ആദ്യം ഡക്കിൻ്റെ അടുത്ത് പോവും. ഡക്കിൻ്റെ കൂടെ കുഞ്ഞു കുട്ടികളുണ്ട്, ഡക്ലിങ്സ് ഉണ്ട് ബേസിക്കലി. ഓക്കെ, അപ്പോൾ അങ്ങ് പോയിട്ട് കുട്ടി കുട്ടി അവരുടെ കൂടെ കൂടുമ്പോൾ ഡക്ക് അതിനെ വഴക്ക് പറയും, നീ എൻ്റെ കുഞ്ഞല്ല പൊയ്ക്കോളാൻ പറയും. പിന്നെ അതേപോലെ ഇത് പൂച്ചയുടെ അടുത്ത് പോവും, അതെൻ്റെ ഒരു പശുവിൻ്റെ അടുത്ത് പോവും, റാബിറ്റിൻ്റെ അടുത്ത് പോവും, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ അടുത്തും പോവും കൂട്ടുകൂടാനായിട്ടാണ്. പക്ഷെ എന്താ, ഇവരെല്ലാവരും പറയുന്നത് നിന്നെ കാണാൻ കൊള്ളില്ല, അതുകൊണ്ട് നീ പൊയ്ക്കോ, നീ ദൂരെ പൊയ്ക്കോ, എൻ്റെ കൂടെ കൂട്ടുകൂടണ്ട എന്ന് എല്ലാവരും ഈ പാവൻ ഡക്ലിങ്ങിനോട് പറയുന്നു. ബട്ട് ദെൻ ആസ് ടൈം ഗോസ് ബൈ, വിൻ്റർ ആൻഡ് സമ്മർ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ദ ഡക്ലിംഗ് ടേൺസ് ഇൻ ടു എ സ്വാൻ. ഓക്കെ, ശരിക്കും അത് ഡക്ലിംഗ് അല്ലായിരുന്നു, ഇൻസ്റ്റഡ് അതൊരു സ്വാൻ ആയിരുന്നു, അരയനായിരുന്നു. അപ്പോൾ അരയനാകുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് ഓഫ് കോഴ്സ് സ്വാൻ ഫ്രണ്ട്സ് ഉണ്ടാവും. അതാണ് ബേസിക്കലി അഗ്ലി ഡക്ലിംഗ്. അതെന്താ, ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആരുണ്ടാവില്ല? കൂട്ടുകാരുണ്ടാവില്ല. ഓക്കെ, പ്ലസ് ഭംഗി ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്ക് കൂട്ടുകാരുണ്ടാവും. അപ്പോൾ ഈ രീതിക്കുള്ളൊരു സ്റ്റീരിയോടൈപ്പ് അവിടെ എന്ത് ചെയ്യണം, എംബെഡ് ചെയ്തങ്ങ് കൊടുക്കുകയാണ് ഈ ഫെയറി ടെയിൽസിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കൾച്ചറൽ സുപ്പീരിയോറിറ്റി ആൻഡ് യൂറോസെൻട്രിസം. ഓക്കെ, യൂറോപ്യൻ ടെയിൽസ് ലൈക്ക്, അതായത് വെസ്റ്റേൺ ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സലാണ്, വേറെ ബാക്കിയുള്ള ഫെയറി ടെയിൽസ് എല്ലാം നമുക്ക് മറക്കാവുന്നതാണ്. അതങ്ങനെയുള്ള അതിന് ആ യൂണിവേഴ്സൽ ഇത് വരത്തില്ല എന്നുള്ള രീതിക്കാണ് പൊതുവെ എപ്പോഴും നമ്മൾ വായിക്കുന്ന ഫെയറി ടെയിൽസിലുള്ളത്. യൂറോപ്യൻ ടെയിൽസ് ലൈക്ക് സിൻഡ്രല്ല, റാപുൻസെൽ ആൻഡ് ലിറ്റിൽ Red Riding Hood dominate global storytelling and are often adapted worldwide, overshadowing rich storytelling traditions from Africa, Asia and indigenous cultures. Okay, അതായത് എല്ലാ കൾച്ചേഴ്സിലുണ്ട്, ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട്, ഫെയറി ടെയിൽസ് ഉണ്ട് അവർക്കൊക്കെ. പക്ഷേ നമ്മൾ ഏത് മാത്രം എപ്പോഴും കേൾക്കുന്നത് ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള കുറേ ഫെയറി ടെയിൽസ് ഫ്രം വെസ്റ്റേൺ കൾച്ചർ, ഇത് മാത്രം നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു യൂണിവേഴ്സലായിട്ട് അവർ ഇതേപോലെ കൊണ്ടുവരാൻ അവർ നേടിയെടുത്തു എന്ന് പറയുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ വെസ്റ്റേൺ വാല്യൂസാണ് സുപ്പീരിയർ ആൻഡ് നോർമൽ വെൻ കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വ്യൂസ്. അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഈ ഫെയറി ടെയിൽസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്.
ഇനി നെക്സ്റ്റ് വൺ, പാസീവ് ആൻഡ് ആക്റ്റീവ് റൂൾസ് ഇൻ ഫെയറി ടീൽസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദർ ആർ പാസീവ് റൂൾസ് ആൻഡ് ആക്റ്റീവ് റൂൾസ്. അപ്പോൾ ഫെയറി ടീൽസിൽ യൂഷ്വലി ക്യാരക്ടേഴ്സ് ഓഫൻ ടേക്ക് ഓൺ ഈതർ ഓഫ് ദീസ് റൂൾസ്, എസ്പെഷ്യലി ഇൻ റിലേഷൻ ടു ജെൻഡർ പവർ ആൻഡ് ഏജൻസി. ഓക്കെ, പാസീവ് റൂൾസ് ഇൻ ഫെയറി ടീൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പൊതുവേ ദേ ഡു നോട്ട് act upon it. Okay, instead they just wait for a change, or they are very much dependent on others. Okay, to save or guide them. Okay, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാനോ അവരെ റെസ്ക്യൂ ചെയ്യാനോ ഒക്കെ വേറെ ആൾക്കാർ വരണം, അതുവരെ അവർ വെയിറ്റ് ചെയ്തിരിക്കും. അതാണ് പാസീവ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ പാസീവ് ആക്ടേഴ്സ് ഫീമെയിൽസ് ആയിട്ടാണ് കാണിക്കാറുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്നോ വൈറ്റ്, ഷീ ഫോൾസ് ഇൻ ടു എ ഡെത്ത് ലൈക്ക് സ്ലീപ്പ് ആൻഡ് വെയിറ്റ്സ് ഫോർ എ പ്രിൻസസ് കിസ്. ഓക്കെ, ആ പ്രിൻസ് വന്ന് ഒരു കിസ് കൊടുക്കുന്നത് വരെ ഷീ ഈസ് ജസ്റ്റ് വെയിറ്റിംഗ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഷീ റിലൈസ് ഓൺ ഡ്വാർഫ്സ് who themselves are on the fringe of the society. ഈ ഡ്വാർഫ്സ് എന്ന് പറയുന്നവർ തന്നെ എന്തില്ല, അവർ തന്നെ ആക്ച്വൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് അല്ല. അതുകൊണ്ടാണ് അവർ കാടിനുള്ളിൽ ജീവിക്കുന്നത്, മൈനിങ് ചെയ്ത് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെയാണ് ഫൈനലി കാട്ടിനുള്ളിൽ പോയിട്ട് ഈവൻ സ്നോ വൈറ്റിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ സ്നോ വൈറ്റ് എന്താ ചെയ്യുന്നത്, നേരെ അവരെ പോയി ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ആലോചിക്കുക, സ്നോ വൈറ്റിന് എന്ത് ചെയ്താലും തന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി. ഓക്കെ, അപ്പോൾ അത്രയും പാസീവാണ് സ്നോ വൈറ്റ്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയും സെയിം തന്നെയാണ്. ഷീ ഈസ് കേഴ്സ്ഡ് ആൻഡ് സ്ലീപ്സ് ഫോർ 100 years ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് ആ സ്ലീപ്പ് എന്ന് പറയുന്നതിൻ്റെ വെയിറ്റിംഗ് ആണ് അല്ലേ. ഇറ്റ്സ് എ വീക്കെൻഡ് ബൈ എ പ്രിൻസ്. അതുപോലെ സിൻഡ്രല്ല, she endures abuse silently and waits for the fairy godmother and prince to change her life. Finally ആ ഒരു ബോളിന് പോകാനായിട്ട് തന്നെ ഫെയറി ഗോഡ് മദർ വന്നു, അവർ ഇതെല്ലാം തന്നെ മാറ്റി. അവളായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ബേസിക്കലി എവറിത്തിങ് ഈസ് ഡൺ ബൈ ദ ഫെയറി ഗോഡ് മദർ ആൻഡ് ദെൻ ലേറ്റർ ഓഫ് കോഴ്സ് ദ പ്രിൻസ് ഫൈൻഡ്സ് ഹർ, not the other way around. Okay, again passiveness. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഒന്ന്, ലിറ്റിൽ ടു നോ കൺട്രോൾ ഓവർ ദെയർ ഡെസ്റ്റിനി. ആക്ച്വലി ദേ ഹാവ്, ദേ ജസ്റ്റ് ഡു നോട്ട് ആക്ട് അപ്പോൺ ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഡിസ്നി എന്ന് പറയുന്നതിൽ എല്ലാം ഡെസ്റ്റിനിയുടെ കയ്യിലാണ്, ഫെയ്റ്റിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് അതെല്ലാം. വളരെ ഒബീഡിയൻ്റ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും, ജെൻറൽ ആയിരിക്കും ഈ ക്യാരക്ടേഴ്സ്. ആൻഡ് ദെൻ ദേ ആർ യൂഷ്വലി റിവാർഡഡ് ഫോർ ദെയർ പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്. അവരുടെ ആ വെയിറ്റിങ്ങിനും അവരുടെ പേഷ്യൻസിനും ഒക്കെ തന്നെയും ഫൈനലൊരു റിവാർഡ് ഉണ്ടായിരിക്കും. And often seen as symbols of virtue or ideal femininity. Okay, അവർ ഏറ്റവും ബെസ്റ്റ് ഫെമിനൈൻ ക്വാളിറ്റി ഉള്ള വിമൻ എന്നുള്ള രീതിക്കാണ് ഇവരെ പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, ആക്റ്റീവ് റോൾസ് ആൻഡ് ഫെയറി ടെയിൽസ് ഇൻക്ലൂഡ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വെച്ചാൽ ദേ ആർ വെരി മച്ച് ആക്റ്റീവ് ഇൻ ടേക്കിംഗ് ആക്ഷൻ, they take decisions and not just for their own life, for others' life as well. അത്രയും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ദേ കുഡ് ആൾട്ടർ ദെയർ ഓൺ ഫേറ്റ്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ എന്താ പറയുക, ആക്റ്റീവ് റോൾസ് എന്ന് പറയാം. ആൻഡ് യൂഷ്വലി ഓഫ് കോഴ്സ് ദോസ് ആർ മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആണ്, ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഒത്തിരി അധികം ഫീമെയിൽ ലീഡ്സിന് നമ്മൾ കാണാറുണ്ട്. എൻ്റെയൊക്കെ എന്താ ഈ റീവിഷൻഡ് ആയിട്ടുള്ള നാരറ്റീവ്സിലൊക്കെ തന്നെ നമ്മൾ സ്ത്രീകൾ ആക്റ്റീവ് റോൾസിൽ കാണുന്നുണ്ട്. ഓക്കെ, ജാക്ക് ഫോർ എക്സാമ്പിൾ പറയാം, സ്നോ വൈറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞില്ലേ, സ്നോ വൈറ്റിൻ്റെ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു മൂവിയുണ്ട്, ലൈവ് ആക്ഷൻ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ സ്നോ വൈറ്റ് ആക്റ്റീവ്ലി ട്രൈസ് ടു ടേക്ക് ബാക്ക് ഹർ കിങ്ഡം. അതിനൊരു പ്രിൻസിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല, പ്രിൻസിനെ വെയിറ്റ് ചെയ്യുന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് എന്താണ്, ഡ്വാർഫ്സ് ഉണ്ട്, ബട്ട് ഫൈനലി ഷീ ടേക്സ് ആക്ഷൻ എന്ന് പറയുന്നതാണ്. നൗ എക്സാമ്പിൾ ഇട്ട് ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്കിൽ ഹീ ക്ലൈംസ് ദ ബീൻസ്റ്റോക്ക്, സ്റ്റീൽ ട്രഷേഴ്സ് ആൻഡ് ഡിഫീറ്റ്സ് ദ ജയന്റ്. കംപ്ലീറ്റ്ലി ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നെക്സ്റ്റ് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. ഇൻ സം വേർഷൻസിലെങ്കിൽ ഷീ ഔട്ട് സ്മോക്സ് ദ വുൾഫ് ഓർ ഇസ് സേവ്ഡ് ബിക്കോസ് ഓഫ് ഹർ ആക്ഷൻസ്. പക്ഷേ ശരിക്കുള്ള ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിൽ ഫൈനലി ഷീ സേവ്ഡ് ബൈ ദ ഹൺസ്മാൻ, വുഡ് കട്ടർ സംബഡി. ഓക്കെ, അങ്ങനെ ആരോ ആണേ, അയാൾ വന്നിട്ട് രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. ഓക്കെ, ദ സെയിം വിത്ത് ഗ്രാൻഡ്മാ ടു. ഗ്രാൻഡ്മായും എന്താണ്, ഒന്നും തന്നെയും ചെയ്യാതെ അവിടെ എന്താ
വളരെ പാസീവായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ഗ്രാൻഡ്മയും പോർട്രേ ചെയ്യുന്നത്. ദെൻ ദർ ഇസ് മുല്ലാൻ. ഇത് ഇൻ ഫോക്കിലാണെങ്കിൽ ആൻഡ് ലേറ്റർ ഡിസ്നി വേർഷൻസിലും ടേക്സ് എ ഫാദേഴ്സ് പ്ലേസ് ഇൻ ദ ആർമി ഡിസ്പ്ലേയിങ് കറേജ് ആൻഡ് ഏജൻസി. ഓക്കെ, കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ടുള്ള റോളാണ് മുല്ലാൻ്റെ. ഓക്കെ, ദെൻ ദർ ഇസ് ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ. Okay, she pushes the witch into the oven, saving herself and her brother. Okay, അവിടെ എന്താ ഗ്രറ്റലിന് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ളൊരു റോൾ വന്നിട്ട്, കാരണം ആ ഒരു ആക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഈറ്റൻ ഓഫ് കോഴ്സ്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ്. അവർ ആക്റ്റീവ്ലി ഇത് രണ്ടും ചെയ്യുന്നതായിരിക്കും. ദെൻ ദേ ഓഫ് കോഴ്സ് ഫേസസ് ചാലഞ്ചസ് ഓൺ, ഓക്കെ, ചാലഞ്ചസ് ഹെഡ് ഓൺ, ആൻഡ് പല അവരുടെ ചാലഞ്ചസും എൻകൗണ്ടേഴ്സും അവരുടെ നേർക്ക് വരുന്നതായിരിക്കും. ആൻഡ് ദേ ഫേസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദേ ആർ ഓഫൻ ക്ലെവർ, ബ്രേവ് ആൻഡ് മോറലി അപ്രൈറ്റ് ആസ് വെൽ. ആൻഡ് ഓഫ് കോഴ്സ് ദേ ഷേപ്പ് ദെയർ ഓൺ നാരേറ്റീവ്സ്. അവർ തന്നെയാണ് അവരുടെ കഥ തീരുമാനിക്കുന്നുള്ള രീതിക്കാണ്. ഓക്കെ, ഇതിലൊക്കെ തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പാസീവ് ആൻഡ് ആക്റ്റീവ് റൂൾസിൻ്റെയൊക്കെ തന്നെ റിവൈസ്ഡ് വേർഷൻസ് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നോ വൈറ്റിൻ്റെ പോലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല എൻചാൻറ്റഡ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയുണ്ട്. ഒരു ഫെയറി ടെയിൽ സെറ്റിങ്ങിലൊക്കെ തന്നെയാണ് സെയിം സ്റ്റോറി. പക്ഷേ അതിൽ എല ഷീ ബ്രേക്സ് ഹെർ ഓൺ കേഴ്സ്, ഷീ ഹാസ് എ കേഴ്സ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ട്രൂ ലവ് ഒരിക്കലും കിട്ടുന്നില്ല, അങ്ങനെ എങ്ങാണ്ടോ സംഭവമാണ്. ഐ ഡോണ്ട് റിമെമ്പർ. ഡ്രൂ ബാരിമോർ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് ദെൻ അവൾ തന്നെ പക്ഷേ ഫൈനലി ഷീ ടേക്സ് ആക്ഷൻ ആൻഡ് ബ്രേക്സ് ഹെർ ഓൺ കേഴ്സ്. ഓക്കെ, ദെൻ ഷ്രെക്സ് ഫിയോണ. ഷ്രെക്കിൽ വന്നിട്ടുള്ള ആ ഒരു പ്രിൻസസ് പാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രിൻസസ് ഷീ ടേൺസ് ഇൻ ടു എൻ ഓഗ്ര അറ്റ് ദ നൈറ്റ് ഇൻ ദ നൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓഗ്രായിട്ട് മാറുമ്പോൾ, ബട്ട് ഓഗ്രാണ് ആൻഡ് ഷീ ഈസ് ഓഫ് കോഴ്സ് ടോട്ടഡ് ആസ് എ ഡാംസൽ ഇൻ ഡിസ്ട്രെസ്. അതായത് മറ്റേ ടവറിൻ്റെ മുകളിൽ ടവറില്ലേ, കാസലോ സംതിങ്. ഓക്കെ, അതിനുള്ളിൽ പുള്ളിക്കാരി ഒരു പ്രിസണറായിട്ട് കിടക്കുവാണ്. ഷീ ഈസ് എൻ ഓഗ്ര ആൻഡ് ഷീ കുഡ് ഫൈറ്റ്. ഷീ ഈസ് ഓഫ് കോഴ്സ് എന്താ അതിൻ്റെ അകത്ത് കാണിക്കുമ്പോഴത്തേക്കും കരാട്ടെ പോലെയൊക്കെ തന്നെ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. പക്ഷേ ആലോചിക്കുക, ഷീ ജസ്റ്റ് വെയിറ്റ്സ് ബിക്കോസ് ദാറ്റ് ഈസ് എ എക്സ്പെക്റ്റഡ് റോൾ ഓഫ് എ പ്രിൻസസ്. എന്താ, വെയിറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രിൻസ് ചാമിങ് വരുന്നവരെ അവിടെ എങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പുള്ളിക്കാരുടെ എക്സ്പെക്റ്റഡ് റോൾ, നമ്മുടെ ഫെയറി ടെയിൽസിലൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഫിയോണ വെയിറ്റ്സ് ഓഫ് കോഴ്സ്, ആൻഡ് ദെൻ കംസ് ഇൻസ്റ്റെഡ് ഓഫ് ഹർ പ്രിൻസ് ചാമിങ് ദെൻ കംസ് ഷ്രെക്ക്. എൻ്റെ ഷ്രെക്കിൻ്റെ കൂടെ തിരിച്ചു പോകുമ്പോഴത്തേക്കിനെ തീവ്സൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഷീ ഡിഫെൻസ് ഹെർ സെൽഫ്. ഓക്കെ, അത് മാത്രമല്ല ഷീ ഫൈറ്റ്, ഷീ പ്രൊട്ടക്ട്സ് ഹെർ സെൽഫ്, ഷീ ഈവൻ പ്രൊട്ടക്ട്സ് ഷ്രെക്ക് അറ്റ് ടൈംസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീരിയോ ടൈപ്പിന് വെളിയിലാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഫിയോണയുടെ ക്യാരക്ടർ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി ഫ്രോസൻസ് എൽസ ആൻഡ് ലാന. ഓക്കെ, ഐ തിങ്ക് അന ഈസ് കുറച്ചുകൂടെ എന്താ പറയുക, പാസീവായിരിക്കാം I think. Okay, but finally she takes action or she makes a decision for herself. But then എൽസയുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി വളരെ ആക്റ്റീവായിട്ടുള്ള റോളാണ് എൽസയുടെ ഫീച്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദേ ആക്ട് ആൻഡ് സേവ് ഈച്ച് അതർ. ഓക്കെ, സോ ഇതെല്ലാം പണ്ടത്തെ ഫ്രോസൺ മറ്റേ ഐസ് പ്രിൻസസോ അങ്ങനെയായിരുന്നു ആ പണ്ടത്തെ ഫെയറി ടെയിലിൻ്റെ പേര്. അപ്പോൾ അതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ വെരി ആക്റ്റീവ് റോൾ ഇൻ ദ ഫ്രോസൺ സീരീസ്. ഓക്കെ, so that's it for the day. Thank you for listening. ഇത് ഡെഫിനറ്റ്ലി കേൾക്കുക, ഒന്ന് ചിന്തിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.